നമസ്കാരം. പ്രധാന വാർത്തകൾ. വല്ലപ്പുഴയിൽ യുവതി പൊള്ളലേറ്റ് മരിച്ചു. 2 മക്കളും പൊള്ളലേറ്റ് ചികിത്സയിൽ. 35-കാരിയായ ബീനയാണ് മരിച്ചത്. ആത്മഹത്യ എന്നത് ഗമനം. മണ്ണാർക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പോസ്റ്റൽ വോട്ടിനുള്ള 173 ഭിന്നശേഷിക്കാരുടെ അപേക്ഷ റിട്ടേണിംഗ് ഓഫീസർ തള്ളി. വൈകല്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയില്ലെന്ന് കാരണം. വോട്ട് ചെയ്യാൻ ഇവർക്ക് ബൂത്തിൽ പോകേണ്ടി വരും. മലപ്പുറം മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കി LDF സ്ഥാനാർത്ഥി വി വസീഫ്. പെരിന്തൽമണ്ണയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം. CAA-പറ്റി പരാമർശിക്കാത്ത കോൺഗ്രസിന്റെ പ്രകടന പത്രിക ലീഗ് പോലും പ്രതീക്ഷിച്ചില്ലെന്ന് വി വസീഫ്. കടുത്ത ചൂടിൽ വെന്തുരുകി പാലക്കാട്. വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. മണ്ണാർക്കാട് പുല്ലൂന്നിയിൽ വ്യാപകമായി കൃഷി ഉണങ്ങി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. ജീവിതശൈലി രോഗങ്ങൾ തടയാൻ നെല്ലിക്ക ക്യാമ്പയിനുമായി മലപ്പുറം ജില്ലാ കളക്ടർ. IMA-യുടെയും വിവിധ സംഘടനകളുടെയും സഹകരണത്തോടെ നടത്തുന്ന 3 മാസത്തെ ക്യാമ്പയിന് പെരിന്തൽമണ്ണയിൽ തുടക്കമായി. ആരോഗ്യകാര്യത്തിൽ എല്ലാവരും സ്വയം ബോധവാന്മാരാകണമെന്ന് ജില്ലാ കളക്ടർ. വിശദമായ വാർത്തകൾ നോക്കാം. വല്ലപ്പുഴയിൽ യുവതി പൊള്ളലേറ്റ് മരിച്ചു. ഇവരുടെ 2 മക്കൾക്കും പൊള്ളലേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. വല്ലപ്പുഴ ചെറുകോട് മുണ്ടക്കുംപറമ്പിൽ പ്രദീപിൻ്റെ ഭാര്യ ബീനയെയും ഇവരുടെ മക്കളായ 12 വയസ്സുകാരി നിഖ, 6 വയസ്സുകാരി നിവേദ എന്നിവരെയുമാണ് വീട്ടിനുള്ളിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. മുറിയുടെ അകത്തുനിന്നും വാതിൽ പൂട്ടിയ നിലയിലായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ പ്രദീപിൻ്റെ മാതാപിതാക്കളാണ് ഉണ്ടായിരുന്നത്. മുറിയിൽ നിന്നും നിലവിളി കേട്ട് പിതാവ് ചെന്ന് നോക്കുമ്പോഴാണ് വാതിൽ അകത്തുനിന്നും പൂട്ടിയ നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് അയൽക്കാരെ വിളിച്ചു വരുത്തുകയായിരുന്നു. വാതിൽ തുറന്നപ്പോഴാണ് മൂവരും പൊള്ളലേറ്റ് കിടക്കുന്നത് കണ്ടത്. തുടർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ബീന മരിച്ചിരുന്നു. ഇവർക്ക് 35 വയസ്സുണ്ട്. ഗുരുതരമായി പൊള്ളലേറ്റ നിഖയും പരിക്ക് പറ്റിയ നിവേദയും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവ സമയം ഭർത്താവ് പ്രദീപ് വടകരയിലെ ജോലിസ്ഥലത്തായിരുന്നു. സംഭവത്തെ തുടർന്ന് പട്ടാമ്പി പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി. വീട്ടിൽ നിന്നും ബീനയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചതായാണ് സൂചന. സാമ്പത്തിക പ്രശ്നങ്ങളുള്ളതായും സൂചനയുണ്ട്. മണ്ണാർക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള 173 ഭിന്നശേഷിക്കാരുടെ അപേക്ഷ റിട്ടേണിംഗ് ഓഫീസർ തള്ളി. അപേക്ഷയ്ക്കൊപ്പം വൈകല്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയില്ലെന്ന കാരണം പറഞ്ഞാണ് അപേക്ഷകൾ തള്ളിയത്. വോട്ടർ പട്ടികയിൽ ഭിന്നശേഷിക്കാരായാണ് ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബൂത്ത് ലെവൽ ഓഫീസർമാർ ഭിന്നശേഷിക്കാരുടെ വീടുകളിലെത്തി സ്കാൻ ചെയ്ത് അയച്ച സർട്ടിഫിക്കറ്റുകൾ വില്ലേജ് ഓഫീസർ പരിശോധിച്ച് തഹസിൽദാർക്ക് നൽകും. തഹസിൽദാരുടെ അംഗീകാരത്തോടെയാണ് ഭിന്നശേഷിക്കാരായി ഇവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വോട്ടർ പട്ടികയിൽ പേരുള്ള ഭിന്നശേഷിക്കാരുടെ രേഖകൾ നിലവിൽ അധികൃതരുടെ പക്കലുള്ള സ്ഥിതിക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അപേക്ഷ മാത്രം നൽകുകയായിരുന്നു. അപേക്ഷയ്ക്കൊപ്പം രേഖകൾ നൽകണമെന്ന് എവിടെയും പറയുന്നില്ലെന്ന് BLA-മാർ പറഞ്ഞു. അപേക്ഷ നൽകാനെത്തിയ BLO-മാരുടെ രേഖകൾ ഫോണിൽ സൂക്ഷിച്ചാൽ മതിയെന്നും ആവശ്യം വരുമ്പോൾ നൽകിയാൽ മതിയെന്നുമാണ് ചില വില്ലേജ് ഓഫീസർമാർ പറഞ്ഞത്. ഇതനുസരിച്ച് അപേക്ഷ മാത്രം നൽകിയവരുടെ അപേക്ഷകളാണ് നിരസിച്ചത്. എന്നാൽ ചില വില്ലേജ് ഓഫീസർമാർ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയ്ക്കൊപ്പം വയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകിയവരുടെ അപേക്ഷകൾ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. 236 പേരാണ് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ അപേക്ഷ നൽകിയിരുന്നത്. ഇതിൽ 63 പേരുടെ അപേക്ഷകൾ മാത്രമാണ് സ്വീകരിച്ചത്. 173 പേരുടെ അപേക്ഷകൾ തള്ളി. 2 പേരുടെ വിവരങ്ങൾ ലിസ്റ്റിലില്ല. ഇതോടെ ഭിന്നശേഷിക്കാരായ 173 പേർക്ക് വോട്ട് ചെയ്യാൻ ബൂത്തിൽ പോകേണ്ടി വരും. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നും തങ്ങൾക്ക് സ്വാധീനമുള്ള ഭരണം രാജ്യത്തുണ്ടായാൽ മനുഷ്യന്റെ മതം പറഞ്ഞ് പൗരത്വം കൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കുമെന്നും മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി വസീഫ്. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുകയായിരുന്നു LDF സ്ഥാനാർത്ഥി. CAA വിഭജന രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അതിനുവേണ്ടിയാണ് സിവിൽ കോഡ് പറയുന്നതെന്നും മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി വസീഫ് അഭിപ്രായപ്പെട്ടു. ഭിന്നതയും വിഭജനവുമാണ് രാജ്യത്തെ ഭരണകക്ഷികൾ ആഗ്രഹിക്കുന്നത്. CAA എടുത്തുകളയുമെന്ന് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള UDF പ്രവർത്തകർ കരുതിയത്. എന്നാൽ CAA-യെക്കുറിച്ച് അവരുടെ പ്രകടന പത്രികയിൽ ഒന്നും പറഞ്ഞില്ല. തങ്ങൾക്ക് സ്വാധീനമുള്ള ഭരണകക്ഷി രാജ്യത്തുണ്ടായാൽ മനുഷ്യൻ്റെ മതം പറഞ്ഞ് പൗരത്വം കൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കുമെന്നും വി വസീഫ് പറഞ്ഞു. വിഭജന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് CAA നടപ്പിലാക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഏക സിവിൽ കോഡ് പറയുന്നത്. ഈ രാജ്യത്ത് വിഭജനം, മനുഷ്യർക്കിടയിൽ ഭിന്നത ഉണ്ടാകണമെന്നാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. ആ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്ന സാഹചര്യമുള്ളത്. ഈ നാട്ടിലെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ സാധാരണ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്, ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്, ഈ നാട്ടിൽ മതനിരപേക്ഷത പുലരണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ
ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CAA ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എടുത്തു കളയും എന്നായിരുന്നു. അവരൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. ഞാനും ആത്മാർത്ഥമായി കരുതി അതുണ്ടാകും എന്ന്. നിർഭാഗ്യവശാൽ ഈ രാജ്യത്തെ കോൺഗ്രസിന് അത് കാണാൻ സാധിക്കുന്നില്ല, അവരെഴുതി ചേർക്കുന്നില്ല. പക്ഷെ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, എന്നെ നയിക്കുന്ന മുന്നണി ഇടതുപക്ഷം, ആ മുന്നണിയിൽ എൻ്റെ പാർട്ടി CPIM, മുന്നണിയിലെ പ്രബല കക്ഷി CPI, ഈ രണ്ട് പാർട്ടിയും എഴുതി വെച്ച പ്രകടന പത്രികയിൽ കൃത്യമായി പറയുന്നു, ഞങ്ങൾക്ക് സ്വാധീനമുള്ള അധികാരം ഈ രാജ്യത്തുണ്ടായാൽ ഈ രാജ്യത്തെ മനുഷ്യന്റെ മതം പറഞ്ഞ് പൗരത്വം കൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതാണ് നിലപാട്. രാജ്യത്തെ ധ്രുവീകരിക്കുന്ന ശക്തികൾക്കെതിരെ ഇടപെടാനും മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ കൂടെ ഉണ്ടാവണമെന്നും LDF സ്ഥാനാർത്ഥി അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ധ്രുവീകരിപ്പിക്കുന്ന, രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന നയങ്ങൾ മുന്നോട്ട് വെക്കുന്ന സംഘപരിവാരത്തിനെതിരെ ഉറച്ച ശക്തമാകാൻ സാധിക്കൂ എന്ന ബോധ്യമാണ് ഈ നാടിനുള്ളത്. ആ ഇടതുപക്ഷത്തിന് കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾക്ക് ഈ നാടാകെ അണിനിരക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജനാധിപത്യം സംരക്ഷിക്കാനുള്ള, മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഇടത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്ത് പോരാട്ടങ്ങളുടെ നേതൃത്വമായി ഇടതുപക്ഷം ഉണ്ടാകുമ്പോൾ ആ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധിയായി നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും, ഒരു പരിമിതിയും ഇല്ലാതെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. മനുഷ്യരെ ചേർത്തു നിർത്തി ഈ രാജ്യത്ത് മുന്നോട്ട് പോകണം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞായറാഴ്ച രാവിലെ മേലാറ്റൂർ പഞ്ചായത്തിലെ ഇടയാറ്റൂരിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. മേലാറ്റൂർ, വെട്ടത്തൂർ പഞ്ചായത്തുകളിലും പെരിന്തൽമണ്ണ നഗരസഭയിലുമായി വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി വസീഫിന് സ്വീകരണം നൽകി. CPM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E രാജേഷ്, VP മുഹമ്മദ് ഹനീഫ, DYFI ജില്ലാ സെക്രട്ടറി K ശ്യാംപ്രസാദ്, സംസ്ഥാന കമ്മിറ്റി അംഗം KP അനീഷ്, നഗരസഭാ ചെയർമാൻ P ഷാജി, DYFI ബ്ലോക്ക് സെക്രട്ടറി S സിജിൽ, പ്രസിഡന്റ് M ഷാഹിദ്, P ഗോവിന്ദപ്രസാദ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. മൂർക്കനാട്, പുഴക്കാട്ടിരി, അങ്ങാടിപ്പുറം പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലും LDF സ്ഥാനാർത്ഥി V വസീഫ് ഞായറാഴ്ച പര്യടനം നടത്തി. രാത്രി അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഇല്ലത്തും കോളനിയിലാണ് പര്യടനം അവസാനിച്ചത്. മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി T മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ആലിപ്പറമ്പ് പഞ്ചായത്ത് UDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുൻമന്ത്രി നാലകത്ത് സൂപ്പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് UDF ചെയർമാൻ CK അൻവർ അധ്യക്ഷത വഹിച്ചു. നജീബ് കാന്തപുരം MLA മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം UDF ചെയർമാൻ MM സക്കീർ ഹുസൈൻ, കൺവീനർ അഡ്വക്കേറ്റ് S അബ്ദുസലാം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, DCC മെമ്പർ TP മോഹൻദാസ്, സിദ്ദിഖ് വാഫി തുടങ്ങിയവർ സംസാരിച്ചു. ഇങ്ങനെ ഇരിക്കണം നാളെ നമുക്ക് തമ്മിൽ ചേർന്ന് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ഇന്ത്യ ഉണ്ടാക്കണം. നിങ്ങൾ അറിയുമോ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ദിവസങ്ങളോളം മാസങ്ങളോളം ഇന്ത്യയുടെ ഹൃദയഭൂമിയിലൂടെ നടന്നുപോയത് അരുത്, കൊല്ലരുത് എന്ന് പണ്ട് പറഞ്ഞുപോയ മഹാത്മാജിയുടെ ആ വാക്കുകൾ ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കാനാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായ ഒരു രാത്രി ഉണ്ടായിരുന്നു 1947 ഓഗസ്റ്റ് 14-ാം തീയതി രാത്രി. ജീവിതശൈലി രോഗങ്ങൾ തടയാൻ മലപ്പുറം ജില്ലാ കലക്ടർ VR വിനോദ് പ്രഖ്യാപിച്ച നെല്ലിക്ക ക്യാമ്പയിന് തുടക്കമായി. IMAയും ആരോഗ്യ സംഘടനകളും നടത്തുന്ന 3 മാസത്തെ ക്യാമ്പയിന് പെരിന്തൽമണ്ണയിൽ തുടക്കം കുറിച്ചു. ജില്ലാ കലക്ടർ VR വിനോദ് ക്യാമ്പയിൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ തടയാനായി മലപ്പുറം ജില്ലാ കലക്ടർ VR വിനോദ് മുന്നോട്ടുവച്ച നെല്ലിക്ക ക്യാമ്പയിൻ ലോക ആരോഗ്യ ദിനത്തിലാണ് പെരിന്തൽമണ്ണയിൽ തുടങ്ങിയത്. സന്നദ്ധ കൂട്ടായ്മയായ 3G മസ്ദയും IMA പെരിന്തൽമണ്ണ ഘടകവും ഹോമിയോ, ആയുർവേദ, ന്യൂട്രീഷ്യൻസ്, യോഗ അസോസിയേഷനുകളും ഹെൽത്ത് ക്ലബ്ബുകളും ഒരുമിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. 3 മാസത്തെ ക്യാമ്പയിൻ പരിപാടികൾ പെരിന്തൽമണ്ണ IMA ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം കൂടുതലാണ് മലപ്പുറത്ത്. ആ ജീവിതശൈലി രോഗങ്ങൾ പിന്നീട് ഗുരുതരമായ പല രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. അങ്ങനെ ഗുരുതരമായ പല രോഗങ്ങൾ ബാധിച്ചവരുടെ എണ്ണവും മലപ്പുറം ജില്ലയിൽ കൂടുതലാണ്. അപ്പോൾ അതിന് കാരണം പല കാരണങ്ങളുണ്ടാവും. എല്ലാം ഫുഡ് തന്നെയാണ് കാരണം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ അങ്ങനെ വളരെ ഹെവി കെമിക്കൽ ബേസ്ഡ് ഇൻഡസ്ട്രീസോ ഹൈലി പൊള്യൂട്ടൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളുമില്ല. അപ്പോൾ ഫുഡ് തീർച്ചയായിട്ടും ഒരു കാരണമാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ
എങ്ങനെയാണ് ആദ്യം അവബോധം കൊടുത്തുകൊണ്ട് ആരെയും കമ്പൽ ചെയ്യാൻ പറ്റില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ ആരെയും കമ്പൽ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ സംബന്ധിച്ച് അവരുടെ ചോയ്സാണ്. ഏതെങ്കിലും സംഘടനകളോ ഗവൺമെൻറ്റുകളോ അതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അത്ര ശരിയായ കാര്യമല്ല. പഞ്ചസാരയും ഉപ്പും കുറച്ചു കൊണ്ടുവരുന്ന ശീലം എല്ലാവരും സാധ്യമാക്കണം. ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിച്ച് ഭക്ഷ്യസാധനങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തുന്ന സ്ഥിതി കൂടുതലാണ്. ഇത് എൻഫോഴ്സ്മെൻറ്റ് നടപടിയിലൂടെ മാത്രം മാറ്റിയെടുക്കാൻ സാധ്യമല്ല. ഇക്കാര്യത്തിൽ എല്ലാവരും സ്വയം ബോധവാന്മാരാകണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. പക്ഷേ നമുക്ക് കിട്ടുന്നത് ഇൻഡസ്ട്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം, അതിലുപയോഗിക്കുന്ന ഓയിൽ റിപ്പീറ്റഡായിട്ട് ഹീറ്റ് ചെയ്യുന്നതല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അത് പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഏത് സംവിധാനം ഉണ്ടെങ്കിലും 100% അത് ഉറപ്പുവയ്ക്കാൻ പറ്റില്ല. കാരണം പോലീസും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഹെൽമെറ്റ് വെക്കുന്നുണ്ടോ, സീറ്റ് ബെൽറ്റ് വെക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ടെങ്കിലും ഫൈൻ ഈടാക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഹെൽമെറ്റ് വെക്കാതെ സഞ്ചരിക്കുന്നവരെ നമുക്ക് കാണാം. സീറ്റ് ബെൽറ്റ് ഇടാതെ സഞ്ചരിക്കുന്നവരെ കാണാം. ഫൈൻ കൊടുത്താൽ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു എൻഫോഴ്സ്മെൻറ്റ് നടപടികളിലൂടെ മാത്രം ആ 100% നമുക്ക് ഒരു കാര്യം മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ അതിൽ ഇൻവോൾവ് ചെയ്യണം. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇൻവോൾവ് ചെയ്യും. ഇപ്പം ഞങ്ങൾ നടത്തിയ മീറ്റിങ്ങിൻ്റെ ഫലമായിട്ട് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കാറ്ററേഴ്സും നമ്മൾ ഏറ്റവും അധികം ആശങ്ക ഉണ്ടാക്കിയിരുന്ന അവരെങ്ങനെ അംഗീകരിക്കുന്നുള്ളത്. ഭക്ഷണത്തിൽ മാറ്റം വരണം. ഫ്രൈഡ് ഐറ്റംസും എണ്ണപ്പലഹാരങ്ങളും അനുവദനീയമല്ലാത്ത ഫുഡ് കളറുകൾ ഉപയോഗിച്ചാണ് പാകം ചെയ്യുന്നത്. ഇത് മാരകമായ രോഗങ്ങൾ പിടിപെടാൻ കാരണമാകുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. എന്താണ് ശരിയായിട്ടുള്ള ഭക്ഷണം മാർക്കറ്റിൽ കിട്ടുന്നത് നമുക്ക് വലിയ ധാരണയില്ല. സ്നാക്സ് കഴിക്കാൻ പോയാലും കളർഫുള്ളായിട്ടുള്ള സ്നാക്സ് വാങ്ങിക്കും. ചിക്കൻ ഫ്രൈ വാങ്ങിച്ചാലും വളരെ റെഡിഷ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് വാങ്ങിക്കുന്നത്. നാച്ചുറലായിട്ട് ആ കളറില്ല. പല ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ ബേക്കറികളിലും ഹോട്ടലുകളിലും പോയി വാങ്ങിക്കും. നാച്ചുറലായിട്ട് ഉണ്ടാക്കിയേണ്ടതില്ല. അതിലെല്ലാം ആഡഡ് ഫുഡ് കളേഴ്സ്. ഫുഡ് കളേഴ്സ് പെർമിറ്റഡ് ആകെ ഉപയോഗിക്കുന്നത്, പെർമിറ്റഡ് അല്ലാത്ത ഫുഡ് കളേഴ്സ് പരിശോധനകളിൽ മനസ്സിലായത് പെർമിറ്റഡായ ഫുഡ് കളേഴ്സ് കുറച്ച് എക്സ്പെൻസീവാണ്. എല്ലാവരും പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളേഴ്സ് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പില്ല. നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. സാധാരണ പെർമിറ്റഡ് അല്ലാത്ത ഫുഡ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ വ്യാപകമായി നടത്തിയ പരിശോധനകളിൽ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്ക് മനസ്സിലായത് റോഡാമിൻ, ആപ്പിൾ ഗ്രീൻ തുടങ്ങിയ ഡേഞ്ചറസായ സബ്സ്റ്റൻസ് ആണ് ഫുഡ് കളറായിട്ട് കേരളത്തിലെ ഭക്ഷണത്തിൽ ഉപയോഗിച്ചു വരുന്നത്. ഇതെല്ലാം ക്യാൻസറസ് ആണ്. സന്നദ്ധ കൂട്ടായ്മയായ 3G മസ്തയുടെ ചെയർമാൻ ഡോക്ടർ ഷാഹിദ് ചോലയിൽ ക്യാമ്പയിൻ പരിപാടികൾ വിശദീകരിച്ചു. IMA പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി ഡോക്ടർ ജലീൽ KB, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ VG ഉദയകുമാർ, ഡോക്ടർ മുസ്താഖ്, ഹെൽത്ത് ക്ലബ്ബ് അസോസിയേഷൻ സെക്രട്ടറി ഷമീർ വല്ലാഞ്ചിറ, യോഗ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ, ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതിക് സംസ്ഥാന കൗൺസിൽ അംഗം ഡോക്ടർ മുഹമ്മദ് അസ്ലാം, സാമൂഹ്യ പ്രവർത്തകൻ KR രവി തുടങ്ങിയവർ സംസാരിച്ചു. ശില്പശാലകൾ, മാരത്തോൺ മത്സരം, നടത്ത മത്സരം, ബൈക്ക് റാലി, വെയ്റ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയ പരിപാടികൾ 3 മാസത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും. പുക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് കല്ലുവഴി ആലിൻചുവട് ഭാഗത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് കോൺഗ്രസ്. 11 ദിവസമായി കല്ലുവഴി ആലിൻചുവട് ഭാഗത്തേക്ക് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളം 11 ദിവസമായി വന്നിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടണില്ല. ഞങ്ങൾക്ക് ഒന്നിനും വെള്ളമില്ല. ബാത്റൂമിൽ പോവാനോ അല്ലാതെ കുടിക്കാനോ ഒന്നിനും വെള്ളമില്ല. കംപ്ലൈന്റ് ചെയ്തു. അവര് ഫോൺ എടുക്കണുണ്ട്. ഇതാ ശരത്തിനെ വിളിക്കാൻ പറയും. ശരത്തിനെ വിളിച്ചു. ആ വെള്ളം വിടുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണത്. വെള്ളം മാത്രം എപ്പോഴും അങ്ങനെ തന്നെയാണ്. വേനൽക്കാലം വന്ന അങ്ങനെ മഴക്കാലത്ത് പിന്നെ ഒരു പ്രശ്നമില്ല. 3 ദിവസം കൂടുമ്പോ വെള്ളം വരും. വേനൽക്കാലമായ അപ്പൊ പമ്പ് പൊട്ടി, കറണ്ടില്ല, അങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ഈ വെള്ളം കിട്ടിയിട്ട് ഞങ്ങൾ കുടിക്കണത്.
അപ്പം ഇങ്ങനെ 10 ദിവസം 12 ദിവസം വരാണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പലതവണ ബന്ധപ്പെട്ട അധികൃതരെ സമീപിച്ചെങ്കിലും പല സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണെന്നും വീടുപേക്ഷിച്ച് മറ്റിടങ്ങളിൽ താമസം മാറേണ്ട അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ബില്ലുകൾ കൃത്യമായി വരികയും എന്നാൽ വെള്ളം വരാതിരിക്കുകയും ചെയ്യുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. വേനൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം ജനങ്ങളെ അണിനിരത്തി സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കളായ ശിവദാസൻ പി.കെ, കെ.എസ്. ജയകുമാർ, സിനോഷ് പി എന്നിവർ പറഞ്ഞു. തുടർച്ചയായി 2 ദിവസം വെള്ളം ഉണ്ടെങ്കിൽ, പൈപ്പ് ലൈനിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉയർന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് വെള്ളം കിട്ടുന്ന സാഹചര്യമുള്ളൂ. നിലവിലെ അവസ്ഥയിൽ വാട്ടർ അതോറിറ്റി ആഴ്ചയിൽ ഒരു ദിവസം പോലും ഈ പ്രദേശത്തേക്ക് വെള്ളം വിടുന്നില്ല. നല്ലൊരു ഭാഗത്തേക്കോ പുക്കുട്ടോ ഭാഗത്തേക്കോ ഒരു ദിവസം പോലും വെള്ളം വിടുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വാൽവ് താഴത്താണ്. അവിടെ അടച്ചിട്ട് ഈ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ അവിടെയുള്ള താഴെയുള്ള ആളുകൾക്കൊക്കെ മുഴുവൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇങ്ങോട്ട് എത്തുന്നത്. വാൽവ് കുറച്ചുകൂടി മുകളിൽ ഈ പാർട്ടി ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വാൽവ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഈ ഭാഗത്തുള്ള പ്രശ്നം പരിഹരിക്കാവുന്നു. ഇവിടെ കുഴൽക്കിണർ കുഴിച്ചിട്ട് 350 അടി താഴ്ചയിൽ കുഴൽക്കിണറുണ്ട്. പക്ഷേ അതിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. അതായത് ഈ ഭാഗത്തുള്ള ജനങ്ങൾ വീട് വിറ്റ് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്ഥിരം കേൾക്കാൻ മാത്രം വിധിക്കപ്പെടുന്ന ആളുകളായിട്ട് ഇവിടെയുള്ള ആളുകൾ മാറുകയാണ്. ആളുകൾ പ്രതിഷേധത്തിലാണ്. തുടർച്ചയായ ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഇതെല്ലാം പ്രതികരണങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ടർ അതോറിറ്റി ഓഫീസും അതുപോലുള്ള ആളുകൾക്കും അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശവാസികൾ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വെള്ളം എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സമരരംഗത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ല എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാൽവുകൾ സെറ്റ് ചെയ്തുകൊണ്ട് സാങ്കേതികമായ കാര്യങ്ങളുണ്ടാവാം. പല സാമ്പത്തിക പ്രയാസങ്ങളും വാട്ടർ അതോറിറ്റിക്കും ഉണ്ടാവും. പക്ഷേ കൃത്യമായ വാട്ടർ അതോറിറ്റിയുടെ ബില്ല് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. ബില്ല് കറക്റ്റായിട്ട് വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ ചാർജും വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളം മാത്രം കുടിക്കാൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അത്യാവശ്യം വെള്ളം വേണ്ട ആവശ്യം ഇത്രയും ഈ വേനൽക്കാലത്താണ് വെള്ളം അത്യാവശ്യമുള്ളത്. ആ സമയത്ത് വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള സമയത്ത് വെള്ളം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. മഴക്കാലത്ത് ഇഷ്ടംപോലെ വെള്ളം വരുന്നുണ്ട്. പക്ഷേ അതിൽ കാര്യമില്ല. നമുക്ക് അത്യാവശ്യമുള്ള സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം തുടർച്ചയായി വെള്ളം വിടാനുള്ള സംവിധാനം എത്തിയിരിക്കണം. ഇടവേള. വാർത്തകൾ തുടരുന്നു. കടുത്ത ചൂടിൽ വെന്തുരുകുകയാണ് പാലക്കാട്. ദുസ്സഹമാണ് ജനജീവിതം. കഴിഞ്ഞ കുറച്ചു ദിവസമായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ജില്ലയിലെ ചൂട്. പകൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. എന്താ ഒരു ചൂട്! പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ആര് കണ്ടുമുട്ടിയാലും പറയുന്നത് ഇതാണ്. പകൽ ആരംഭിക്കുന്നത് തന്നെ കടുത്ത ചൂടോടെയാണ്. 11 മണി കഴിഞ്ഞാൽ 3 മണി വരെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. വീടിനകത്താണെങ്കിൽ പോലും വെന്തുരുകും. കാശില്ലാത്തവർ പോലും ഒരു AC വാങ്ങുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ ആലോചന. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ജില്ലയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില. വേനൽമഴ തീരെ കിട്ടാത്തതും ജില്ലയിൽ ചൂടിൻ്റെ കാഠിന്യം കൂട്ടുന്നു. ജലാശയങ്ങൾ മിക്കതും വറ്റിവരണ്ട് കിടക്കുകയാണ്. കുടിവെള്ളക്ഷാമവും പലയിടത്തും രൂക്ഷം. രാത്രിയായാലും ചൂടിന് കുറവൊന്നുമില്ല. AC-യും ഫാനുമൊന്നും ഇടാതെ കിടക്കാൻ പറ്റാത്ത അവസ്ഥ. കറണ്ടില്ലെങ്കിൽ പറയുകയും വേണ്ട. വൈദ്യുതി ഉപഭോഗത്തിലും ഇത് വലിയ വർധനവുണ്ടാക്കിയിട്ടുണ്ട്. KSEBയ്ക്കും ഇത് പണിയാവുകയാണ്. ഇടയ്ക്കിടെ കാർമേഘങ്ങൾ ആകാശത്ത് മിന്നിമറയുന്നുണ്ടെങ്കിലും മടിച്ചു നിൽക്കുകയാണ് മഴ. സാധാരണ ഈ സമയങ്ങളിൽ 1-2 വേനൽമഴ പതിവുള്ളതാണ്. ഇത്തവണ അതുണ്ടായിട്ടില്ല. പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവരും പുറം ജോലികളിൽ ഏർപ്പെടുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ദിവസവും മുന്നറിയിപ്പ് നൽകുകയാണ് അധികൃതർ. വിഷു അടുക്കെയെങ്കിലും വേനൽമഴ കിട്ടിയില്ലെങ്കിൽ കണ്ടറിയണം ജില്ലയിലെ ചൂടിൻ്റെ അവസ്ഥ എന്താകുമെന്ന്. കടുത്ത ചൂടിൽ കൃഷിക്കും രക്ഷയില്ല. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പുല്ലൂന്നിയിൽ വ്യാപകമായി കൃഷി ഉണങ്ങി നശിച്ചു. കുന്തിപ്പുഴയിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിച്ചിരുന്ന തോട് അറ്റകുറ്റപ്പണി നടത്താത്തതും കൃഷി ഉണങ്ങാൻ കാരണമായെന്ന് കർഷകർ. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. സമൃദ്ധമായി കൃഷിയുണ്ടായിരുന്ന പുല്ലൂന്നിയിലെ പാടങ്ങളും പറമ്പുകളും കരിഞ്ഞുണങ്ങി. ജാതി, തെങ്ങ്, കുരുമുളക്, കവുങ്ങ്, വാഴ, ചേമ്പ്, ചേന, മാവ്, കറിവേപ്പ്, പപ്പായ, പച്ചക്കറികൾ തുടങ്ങി നിരവധി കൃഷികളാണ് പുല്ലൂന്നിയിൽ ഉണ്ടായിരുന്നത്. ദീർഘകാല വിളകളായ തെങ്ങ്, ജാതി എന്നിവ ഉൾപ്പെടെയുള്ളവ കരിഞ്ഞുണങ്ങി. കാട്ടിക്കുന്നൻ മുഹമ്മദിൻ്റെ 20 ജാതി, കൊല്ലിയിൽ തങ്കച്ചൻ്റെ 200 കവുങ്ങ് ഉൾപ്പെടെ ഒട്ടേറെ പേരുടെ കൃഷികൾ ഉണങ്ങി. കടുത്ത വേനൽ ചൂടിനൊപ്പം കുന്തിപ്പുഴയിലെ വെള്ളം ലഭിക്കാതായതും കൃഷി ഉണങ്ങാൻ കാരണമായി. പുല്ലൂന്നി ഭാഗത്ത് കുന്തിപ്പുഴയിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് തോട്ടിലൂടെയാണ് വെള്ളം എത്തിച്ചിരുന്നത്. എല്ലാ വർഷവും തൊഴിലുറപ്പ് തൊഴിലാളികൾ തോട് വൃത്തിയാക്കാറുണ്ട്.
പുഴയിൽ നിന്നുള്ള വെള്ളം തോട്ടിലൂടെ നൂറുകണക്കിന് കർഷകരുടെ കൃഷിയിടത്തിലേക്ക് എത്തിയിരുന്നു. ഇത്തവണ തോട് വൃത്തിയാക്കാത്തത് കാരണം തോട്ടിലൂടെ വെള്ളം ഒഴുകുന്നില്ല. ഇതോടെ പൊള്ളുന്ന വേനലിൽ കൃഷികൾ പൂർണ്ണമായും ഉണങ്ങി. ശേഷിക്കുന്ന കൃഷിയെങ്കിലും സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. പ്രാവശ്യം ഫുള്ള് വേനലാണ്. ഇതുവരെ ഉണ്ടാകാത്തൊരു വേനൽ. വെള്ളത്തിന് ഭയങ്കര ക്ഷാമം. തൊഴിലുറപ്പുകാർ തോടുകൾ നേരത്തെ നേരാക്കാത്തതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത്. തോട് പണിയെടുത്ത് ഇറങ്ങി വെള്ളം വന്നിരുന്നു. 10 കണക്കില്ല 40 വർഷമായിട്ട് ഇങ്ങനെ ഒരു കണക്കുണ്ടായിട്ടില്ല. അത്രയും 100-200 കവുങ്ങോളം പോയിരിക്കുന്നു. മൊത്തത്തിൽ വളർച്ചയാണ്. കുടിക്കാൻ വെള്ളമല്ല. അങ്ങനെയുള്ള വിഷയങ്ങളാണ്. അതെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരിക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനുകൾ എത്തിത്തുടങ്ങി. പട്ടാമ്പി താലൂക്കിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ കഴിഞ്ഞ ദിവസം പട്ടാമ്പി ഗവൺമെൻറ് കോളേജിലാണ് എത്തിയത്. പട്ടാമ്പി താലൂക്കിൽ ഉൾപ്പെടുന്ന പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളാണ് പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ എത്തിയിരിക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലേക്ക് 196 മെഷീനും തൃത്താല മണ്ഡലത്തിലേക്ക് 201 മെഷീനുമാണ് എത്തിയിട്ടുള്ളത്. ഇരു മണ്ഡലങ്ങളിലെയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ സാന്നിധ്യത്തിലാണ് മെഷീനുകൾ ഏറ്റുവാങ്ങിയത്. പട്ടാമ്പിയിലേക്കുള്ള മെഷീൻ അക്കാദമിക ബ്ലോക്കിലും തൃത്താലയിലേത് സയൻസ് ബ്ലോക്കിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ 162 ബൂത്തുകളും തൃത്താലയിൽ 157 ബൂത്തുകളുമാണ് ഉള്ളത്. തൃത്താല മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഉഷ, ഡെപ്യൂട്ടി കളക്ടർ KS സജീൻ, പട്ടാമ്പി ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയ ഉദ്യോഗസ്ഥരും കോളേജിലെത്തിയിരുന്നു. വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധനകളും സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളും മറ്റും സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയാക്കാനുണ്ട്. 25-നാണ് ഇവ വിതരണം ചെയ്യുക. 2024 ലോക്സഭാ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വോട്ടിംഗ് മെഷീനുകളുടെ അതുപോലെ തന്നെ ലിവി പാറ്റിൻ്റെയും കോഴിക്കോട് ഹൗസിൽ നിന്നും പട്ടാമ്പിയിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ മാറ്റിലാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അത് എല്ലാവിധ സെക്യൂരിറ്റിയും അറേഞ്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാവിധ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റും അതുപോലെ ക്യാമറ അടക്കമുള്ള എല്ലാവിധ പോലീസ് സെക്യൂരിറ്റി. സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. പവൻ വില എന്ന് 1.5 ലക്ഷം എത്തുമെന്നായിരുന്നു ആളുകൾ ഉറ്റുനോക്കിയിരുന്നത്. ഇപ്പോൾ അതും കടന്നിരിക്കുന്നു. സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു തരി പൊന്ന് എന്നത് ഇപ്പോൾ സ്വപ്നമായി മാറുകയാണ്. പൊള്ളും വിലയാണ് ഇപ്പോൾ പൊന്നിന്. ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും? ആഭരണഭ്രമം അല്പം കൂടിയ മലയാളികളെ സംബന്ധിച്ച് ഇത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വിവാഹമായാലും പിറന്നാളായാലും മറ്റ് ആഘോഷമായാലും പൊന്നിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് മലയാളികൾ. എന്നാൽ ഒരു തരി പൊന്ന് സ്വന്തമാക്കുക എന്നത് അത്ര എളുപ്പമല്ല. ഇന്ന് പോക്കറ്റ് കാലിയാകും. സ്വർണ്ണവില എന്ന് പവന് 1.5 ലക്ഷം എത്തുമെന്നായിരുന്നു ആളുകൾ ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ അതും കടന്നിരിക്കുന്നു. ഇപ്പോൾ 52,280 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഇതിനൊപ്പം ആഭരണങ്ങളുടെ പണിക്കൂലിയും GSTയും കൂടിയാകുമ്പോൾ കൈപൊള്ളും. സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു തരി പൊന്ന് സ്വന്തമാക്കുക എന്നത് സ്വപ്നമായി മാറുകയാണ്. കരുതി വച്ചത് മുഴുവൻ എടുത്താൽ പോലും കയ്യിൽ ഒതുങ്ങാത്ത സ്ഥിതി. വിവാഹം നടത്താനുള്ളവരും ഗിഫ്റ്റ് നൽകാനുള്ളവരുമൊക്കെയാണ് പൊന്നിന് വിലയിൽ നട്ടം തിരിയുന്നത്. മുൻകാലങ്ങളിൽ സ്വർണം ഗിഫ്റ്റായി തന്നവർക്ക് ഇന്നത് മടക്കി കൊടുക്കുക എന്നത് ഇരട്ടിയിലധികം പണം ചിലവിട്ടാലും എത്താത്ത സ്ഥിതിയാണ്. സാധാരണക്കാർക്ക് പിടിച്ചേക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കുറഞ്ഞു തന്നെ പറ്റുള്ളൂ, അല്ലാതെ യാതൊരു നിവൃത്തിയില്ല. ചെറിയ അതായത് അതായത് വരുമാനം കമ്മിയുള്ള ആൾക്കാർക്ക് ഒരു കുട്ടീനെ കല്യാണം കഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 5-10 പവൻ വേണ്ടേ. 5-10 പവന് എത്ര റുപ്യാവും ഇന്നത്തെ ഡേറ്റിൽ? അപ്പോൾ ഇതിങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. നിവൃത്തിയോട് കൊണ്ട് അത്യാവശ്യം അതായത് 10 പവൻ കൊടുക്കുള്ളവർക്ക് 5 പവൻ കൊടുത്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അല്ല അപ്പോൾ വേറെ വഴിയൊന്നുമില്ല. നിരാശയുടെ കാര്യമൊന്നുമില്ല. അപ്പോഴും ഇതിപ്പോൾ ഓരോരോ കാര്യത്തിലല്ലേ, കല്യാണം അങ്ങനെയുള്ള കാര്യത്തിനല്ലേ വേണ്ടത്. പക്ഷേ നിർബന്ധമുള്ള കാര്യം കല്യാണത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ ചെറിയ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. മറ്റേ ഹൈ പാർട്ടികൾക്ക് പ്രശ്നമില്ല, പക്ഷേ മീഡിയം റേഞ്ചിലുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജ്വല്ലറികളിലെ വ്യാപാരത്തെയും വിലക്കയറ്റം ബാധിക്കുന്നുണ്ട്. അത്യാവശ്യക്കാരും മുൻകൂട്ടി ബുക്ക് ചെയ്തവരും മാത്രമാണ് ഇപ്പോൾ സ്വർണം വാങ്ങാൻ എത്തുന്നത്. സ്വർണ്ണവില കൂടാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആഗോളതലത്തിലുള്ളൊരു മാറ്റം തന്നെയാണ്. ഒന്നാമത് യുദ്ധം, പിന്നെ 2-3 ബാങ്കുകളുടെ ഇടിവ്, അതൊക്കെ തന്നെയാണ് ഒന്നാമത്. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയാണ് നമ്മളെ ഗോൾഡിൻ്റെ മേഖലയിൽ. അതാണ് ഇപ്പോൾ ഈ ഗോൾഡ് വില ഇങ്ങനെ നിൽക്കുന്നത്. ഇനി കൂടാനാണ് സാധ്യത. അത് ചെറിയ രീതിയിൽ എന്തായാലും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യക്കാർ മാത്രമേ ഉള്ളൂ വരുന്നത്. പിന്നെ നമുക്ക് ബുക്കിംഗ് സിസ്റ്റം ഉണ്ട് ഇപ്പോൾ നമ്മളെ ഫീൽഡിൽ. അതാണിപ്പോൾ ഇപ്പോൾ കല്യാണ പാർട്ടിക്കാണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് ഇടാം, ഇപ്പോൾ ഇടാം. അപ്പം കുറഞ്ഞാലും നമുക്ക് കുറഞ്ഞ വിലക്ക് കൊടുക്കാം. കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ബുക്കിംഗ് സിസ്റ്റം ആകുന്നുണ്ടോ ആഗോളതലത്തിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ തന്നെയാണ്. ഗോൾഡിലാണ് ഇപ്പോൾ മെയിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്.
എന്തായാലും അതിൽ ഒന്നിൽ കുറേ ഉണ്ടാവാൻ സാധ്യതയില്ല. മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ ബുക്കിംഗ് ചെയ്ത് വെക്കുക. പുള്ളി എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ. അതാണിപ്പോൾ മെയിനായിട്ട് നമുക്കും പറയാനുള്ളത് കസ്റ്റമറോടും എല്ലാവരോടും. അതേസമയം വില കൂടിയതോടെ കയ്യിലുള്ള സ്വർണം വിൽക്കാനുള്ള നല്ല അവസരമായും ആളുകൾ ഈ സമയത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സ്വർണം കയ്യിലുള്ളവരെ സംബന്ധിച്ച് ഇത് നല്ല കാലമാണ്. കയ്യിലുള്ള വസ്തുവിൻ്റെ മൂല്യം ദിനംപ്രതി ഉയരുകയാണ്. ആഭരണമായി ധരിക്കുന്നതിനേക്കാൾ ഭാവിയിലേക്കുള്ള നല്ല ഒരു നിക്ഷേപമായി സ്വർണത്തെ കാണുന്നവരാണ് ഏറെയും. ആഗോള വിപണിയിലെ പ്രതിഫലനങ്ങളാണ് കേരളത്തിലും സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണം. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് ബ്യൂറോ, ചെർപ്പശ്ശേരി. ഗ്രീൻഫീൽഡ് ഹൈവേക്ക് സ്ഥലം കൈമാറിയതോടെ പല ഭാഗത്തേക്കായി മാറിപ്പോകുന്നവരുടെയും പാതയ്ക്ക് ഇരുവശങ്ങളിലാകുന്നവരുടെയും ഇഫ്താർ വിരുന്ന് ഈ നോമ്പുകാലത്തെ വേറിട്ട കാഴ്ചയായി. എടത്തനാട്ടുകര പടിക്കപ്പാടത്തെ 25 കുടുംബങ്ങൾ ചേർന്നാണ് ഇങ്ങനെയൊരു സ്നേഹവിരുന്നൊരുക്കിയത്. വർഷങ്ങളായി ഒരു കുടുംബം പോലെ പരസ്പരം സുഖദുഃഖങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞവരാണ് ഇവരിൽ പലരും. ഗ്രീൻഫീൽഡ് ഹൈവേക്ക് സ്ഥലം നൽകിയതോടെ ഇവരിൽ മിക്ക കുടുംബങ്ങളും വീടും സ്ഥലവും ഒഴിഞ്ഞുകൊടുത്ത് പല ഭാഗത്തായി വാടകയ്ക്കും മറ്റും താമസം തുടങ്ങി. ഇവിടം വിട്ടെങ്കിലും ഇവർ തമ്മിലുള്ള ആ പഴയ സ്നേഹത്തിനും സൗഹൃദത്തിനും ഒരു കോട്ടവും തട്ടിയിട്ടില്ല. നിർദ്ദിഷ്ട ഹൈവേ കടന്നുപോകുന്ന വീടിൻ്റെ മുറ്റത്തായിരുന്നു ഇഫ്താർ വിരുന്ന്. ഓരോ നോമ്പുകാലം കടന്നുപോകുമ്പോഴും ഇവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു നോമ്പുകാലത്തിൻ്റെ മാറാത്ത ചിത്രം കൂടിയാവും ഈ ഒത്തുചേരൽ. മുതിർന്നവരും കുട്ടികളുമടക്കം 144 ആളുകളാണ് ഉണ്ടായിരുന്നത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അലി മടത്തൊടി, ഫൈറോസ് ബാബു കുവേരി, ജസീർ പടുകുണ്ടിൽ, ടി അബ്ദുസലാം, CH അബ്ദുറഹ്മാൻ, സമീർ ബാബു പടുകുണ്ടിൽ, കുഞ്ഞായ്മ പടുകുണ്ടിൽ, ഹാജി പടുകുണ്ടിൽ, CP ഹമീദ്, അക്ബർ മറ്റത്തൂർ, റഹ്മത്ത് മടത്തൊടി തുടങ്ങിയവരാണ് ഈ വിരുന്നിന് നേതൃത്വം നൽകിയത്. വരും വർഷങ്ങളിലും ഈ ഒത്തുചേരൽ നടത്താമെന്ന പ്രതീക്ഷയോടെയാണ് അവർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി താഴേക്കോട് യൂണിറ്റ് പ്രദേശത്തെ നിർധന കുടുംബങ്ങൾക്ക് റംസാൻ, വിഷു പ്രമാണിച്ച് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. കഴിഞ്ഞ 10 വർഷവും യൂണിറ്റ് കിറ്റുകൾ നൽകിയിരുന്നു. യൂണിറ്റിന് കീഴിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 200 കുടുംബങ്ങൾക്കാണ് ഇത്തവണ കിറ്റുകൾ നൽകിയത്. താഴേക്കോട് സെൻട്രലിൽ നടന്ന പരിപാടി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. താഴേക്കോട് യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് പുത്തൂർ അധ്യക്ഷനായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം കിറ്റുകൾ വിതരണം ചെയ്തു. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപു പിലാക്കൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് മേലാറ്റൂർ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി KC അനീസ്, ട്രഷറർ AK ലത്തീഫ്, വനിതാ വിംഗ് പ്രസിഡന്റ് സീനത്ത് പുത്തൂർ, ജനറൽ സെക്രട്ടറി സലീന, മമ്മു കാരാട്ടിൽ, AK അനസ്, ഫൈസൽ, ബഷീർ തോട്ടാശ്ശേരി, അച്ചിപ്ര മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. റംസാൻ, വിഷു പ്രമാണിച്ച് കഴിഞ്ഞ 10 വർഷമായി യൂണിറ്റ് അർഹരായ കുടുംബങ്ങൾക്ക് കിറ്റുകൾ നൽകി വരുന്നുണ്ട്. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വിശുദ്ധ റംസാനിലെ ഓരോ ദിവസവും വഴിയാത്രക്കാർക്ക് നോമ്പുതുറ ഒരുക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് SKSSF ചെർപ്പശ്ശേരി മേഖലാ കമ്മിറ്റി. ഓരോ ദിവസവും ചെർപ്പശ്ശേരി നഗരത്തിലെത്തുന്ന 100 കണക്കിന് പേർക്കാണ് ഇവർ നോമ്പുതുറയ്ക്കുള്ള വിഭവങ്ങൾ നൽകുന്നത്. യാത്രക്കാരായ എല്ലാ നോമ്പുകാർക്കും ബുദ്ധിമുട്ടില്ലാതെ നോമ്പ് തുറക്കാനുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വഴിയോരങ്ങളിൽ ഇഫ്താർ ടെന്റ് ഒരുക്കിയത്. ചെർപ്പശ്ശേരി മേഖല SKSSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് എല്ലാ ദിവസവും നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത്. നോമ്പ് തുറക്കാനുള്ള ഈന്തപ്പഴവും ജ്യൂസുകളും പഴങ്ങളും ലഘുഭക്ഷണങ്ങളും അടങ്ങിയ കിറ്റുകളാണ് ഓരോ ദിവസവും വിതരണം ചെയ്യുന്നത്. ടൗണിൽ ജോലി ചെയ്യുന്നവർക്കും യാത്രക്കാർ, ബസ് തൊഴിലാളികൾ തുടങ്ങിയവർക്കെല്ലാം വലിയ ആശ്വാസമാണ് SKSSF ഇഫ്താർ ടെന്റിലൂടെ നൽകാനായത്. SKSSF വിഖായ വളണ്ടിയർമാരാണ് ഇഫ്താർ ടെന്റിന് നേതൃത്വം നൽകുന്നത്. ശനിയാഴ്ച നടന്ന ഭക്ഷണ വിതരണം SKSSF ജില്ലാ പ്രസിഡന്റ് ഉസൈൻ തങ്ങൾ കൊടക്കാട് ഉദ്ഘാടനം ചെയ്തു. മേഖലയിലെ നിർധനരായ കുട്ടികൾക്കുള്ള പെരുന്നാൾ വസ്ത്ര വിതരണവും ചടങ്ങിൽ നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് കമാലി മൂളൂർ, സംസ്ഥാന സർഗലയ വർക്കിംഗ് ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് ഫൈസി, SKSSF ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് ദാരിമി, ട്രണ്ട് ജില്ലാ കൺവീനർ ഇസാഖ് ബിട്ടിക്കാട്, SKSSF മേഖലാ പ്രസിഡന്റ് ഫൈസൽ നിസാമി, മേഖലാ ജനറൽ സെക്രട്ടറി സഹദ് ഫൈസി, മേഖലാ വർക്കിംഗ് സെക്രട്ടറി ഷാക്കിർ മഷ്കൂർ, വിഖായ ജില്ലാ സമിതി അംഗങ്ങളായ സൈഫുദ്ദീൻ ഇരുമ്പാലശ്ശേരി, ഷാക്കിർ, അസീബ് മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സമസ്ത ജമിയത്തുൽ ഉലമയുടെ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനം SKSF അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത, അഥവാ ഓരോ മേഖലകളിലും ഈ പരിശുദ്ധ റമദാനനുബന്ധിച്ചുകൊണ്ട് 30 ദിവസങ്ങളിലും
NH-ലൂടെ പോകുന്ന വഴിയാത്രക്കാർക്ക് നടത്തുന്ന നോമ്പുതുറ. പാലക്കാട് ജില്ലയിൽ SKSFൻ്റെ 23 മേഖലകളാണ്. ആ 23 മേഖലകളിലും പല ഭാഗങ്ങളിലായി SKSF വിഖായയുടെ കർമ്മധീര ഭടന്മാർ നോമ്പുതുറ ടെൻറ്റ്, ഇഫ്താർ ടെൻറ്റ് സംഘടിപ്പിക്കുന്നു. ചെർപ്പശ്ശേരി മേഖല സംഘടിപ്പിക്കപ്പെടുന്ന ഇഫ്താർ ടെൻറ്റാണ് ഇവിടെ ഉള്ളത്. റമദാൻ ഷരീഫിൻ്റെ തുടക്കം മുതൽ തന്നെ, അതിൻ്റെ ആരംഭത്തിൽ തന്നെ തുടങ്ങി ഇൻഷാ അല്ലാഹ് ഇനി അവസാനിക്കാൻ 2-3 ദിവസങ്ങളേ ഉള്ളൂ. അതുവരെയും വളരെ കൃത്യം ആ ഓരോ യാത്രക്കാർക്കും, പ്രത്യേകിച്ച് ഈ ചെർപ്പശ്ശേരി ടൗണിൽ നിരവധി ആളുകൾക്ക്, യാത്രക്കാരല്ലാത്തവരുമായ ആളുകൾക്കും ഒരുപാട് ആൾക്ക് സഹായമാണ്. യാത്രക്കാർ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് അവർക്ക് നോമ്പ് തുറക്കേണ്ട ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. മിന്നി മിന്നി ഹൈമാസ്റ്റ് ലൈറ്റ്. അലനല്ലൂർ ചന്തപ്പടിയിലാണ് ഈ കാഴ്ച. ബൾബുകൾ പൂർണ്ണമായും കത്താത്തതാണ് ഈ ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ പേര് കളയുന്നത്. 12 LED ലൈറ്റുകൾ ഉള്ളതിൽ 4 എണ്ണം മാത്രമാണ് കൃത്യമായി പ്രകാശിക്കുന്നത്. ബാക്കിയുള്ളവയിൽ 2 എണ്ണം മിന്നാമിനുങ്ങിൻ്റെ വെട്ടം പോലെ ഇടവേളകളിൽ മാത്രം തെളിയും. പിന്നീടുള്ള 6 എണ്ണം പ്രകാശിക്കുന്നില്ല. പകൽ പോലെ രാത്രിയും ജനസാന്നിധ്യമുള്ള അലനല്ലൂർ ചന്തപ്പടിയിലെ ലൈറ്റ് ഈ രീതിയിലായിട്ട് മാസങ്ങളായി. ഇത് നന്നാക്കാൻ ബന്ധപ്പെട്ടവർ ആരും ഇന്നേ വരെ തയ്യാറായിട്ടില്ല. 2015-2016 വർഷത്തിൽ N. ശംസുദ്ദീൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് ലൈറ്റ്. 5 വർഷത്തെ അറ്റകുറ്റപ്പണിക്കുള്ള ചുമതല മാത്രമാണ് നിർമ്മാണ കമ്പനിക്കുള്ളത്. അത് കഴിഞ്ഞ മുറയ്ക്ക് ഇനിയുള്ള ചുമതല ഗ്രാമപഞ്ചായത്തിൻ്റേതാണ്. എത്രയും പെട്ടെന്ന് ലൈറ്റ് നവീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാവണമെന്നാണ് വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. വിഷു പ്രമാണിച്ച് മണ്ണാർക്കാട് റൂറൽ ബാങ്കിൻ്റെ പടക്കച്ചന്തയ്ക്ക് തുടക്കമായി. ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ ഒരുക്കിയ ചന്തയിൽ മിതമായ വിലയിൽ ഗുണനിലവാരമുള്ള പടക്കങ്ങളാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. ബാങ്കിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് എല്ലാ വർഷവും പടക്കച്ചന്ത ഒരുക്കുന്നത്. ഈ രംഗത്തെ ചൂഷണത്തിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുക എന്ന ലക്ഷ്യവും ചന്തയ്ക്കുണ്ട്. ഗുണനിലവാരമുള്ള പടക്കം മിതമായ വിലയ്ക്ക് ലഭിക്കും. എല്ലാത്തരം പടക്കങ്ങളും ലഭ്യമാണ്. മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KC സച്ചിദാനന്ദന് ആദ്യ വിൽപ്പന നടത്തി ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ ചന്ത ഉദ്ഘാടനം ചെയ്തു. ബാങ്കിങ്ങിനപ്പുറം വൈവിധ്യമുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വർഷങ്ങളായി നാം തുടർന്നു വരുന്ന വിഷു പടക്കച്ചന്ത ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം ആയിട്ടുള്ള വിഷുവും മുസ്ലിം സഹോദരന്മാരുടെ ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള പെരുന്നാളും ഒന്നിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ വളരെ ഏറെ അഭിമാനത്തോടെയാണ് ഈ വിഷു ചന്തയ്ക്ക്, ഈ പടക്കച്ചന്തയ്ക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. മലയാളികളുടെ പ്രധാന ആഘോഷങ്ങളിലൊന്നായ വിഷുവിന് പോക്കറ്റ് കീറാതെ പടക്കം പൊട്ടിക്കാനുള്ള അവസരമാണ് പടക്കച്ചന്തയിലൂടെ ബാങ്ക് ഒരുക്കുന്നതെന്ന് ബാങ്ക് സെക്രട്ടറി M. പുരുഷോത്തമൻ പറഞ്ഞു. ബാങ്കിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ചന്ത ആരംഭിക്കുന്നത്. പടക്കത്തിനു പുറമെ വിഷുവിന് പുത്തൻ കറൻസികളുടെയും നാണയങ്ങളുടെയും വിതരണം 13 രാവിലെ മുതൽ നടത്തും. കൂടാതെ നീതി സൂപ്പർമാർക്കറ്റിൽ വിഷുവിന് പ്രത്യേകം വിലക്കുറവും 3000, 5000 പർച്ചേസുകൾക്കും പ്രത്യേകം ഡിസ്കൗണ്ട് കൂപ്പണുകളും ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള നല്ല പ്രശസ്തമായ V2 കമ്പനിയുടെ പടക്കങ്ങൾ കമ്പനിയിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച് പരമാവധി വിലക്കുറവിൽ വളരെ ഗുണമേന്മയോടുകൂടി ഞങ്ങൾ എത്തിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ പുതിയ നീതി സൂപ്പർ മാർക്കറ്റിൽ വളരെ വിലക്കുറവിൽ പ്രത്യേക ഡിസ്കൗണ്ട് കൂപ്പണോടുകൂടി 5000 രൂപയുടെയും 3000 രൂപയുടെയും പർച്ചേസിന് വളരെ ആകർഷകമായ രൂപത്തിൽ ഡിസ്കൗണ്ട് 250 രൂപയുടെയും 150 രൂപയുടെയും ഡിസ്കൗണ്ട് കൂപ്പൺ, പർച്ചേസ് കൂപ്പൺ അനുവദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വർഷം വിഷുവും അതുപോലെ തന്നെ റംസാനും ജനങ്ങളോടൊപ്പം ആഘോഷിക്കുന്നത്. ഈ വേളയിൽ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹൃദയം നിറഞ്ഞ റംസാൻ വിഷു ആശംസകൾ ഈ ബാങ്കിൻ്റെ മുഴുവൻ അഭ്യുദയകാംക്ഷികൾക്കും പൊതുസമൂഹത്തിനും നേരുകയാണ്. പുതിയ കറൻസി ഇപ്പോൾ പെരുന്നാളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 27-ാം രാവിനോടനുബന്ധിച്ച് അത്തരം അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മളൊരുവിധം നിറവേറ്റി കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന വിഷുക്കാലത്ത് ആവശ്യമായിട്ടുള്ള പുതിയ കറൻസികളും അതുപോലെ നാണയങ്ങളും വിതരണം ചെയ്യുക എന്നൊരു കാര്യം കൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഈ വരുന്ന 13-ാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള പരമാവധി പുതിയ കറൻസികളും നാണയങ്ങളും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയ നാണയമേളയും ഞങ്ങൾ ശനിയാഴ്ച രാവിലെ മുതൽ ഈ ഹെഡ് ഓഫീസിൽ വെച്ച് നടത്തുന്നുണ്ടായിരുന്നു. ബാങ്ക് ഡയറക്ടർമാരായ K. ശിവശങ്കരൻ, P. രാധാകൃഷ്ണൻ, PK. മോഹൻദാസ്, സൗമ്യ ശശികുമാർ, മീന പ്രകാശൻ, NC മാണിക്യൻ, S. റിയാസുദ്ദീൻ എന്നിവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. വല്ലപ്പുഴയിൽ യുവതി പൊള്ളലേറ്റ് മരിച്ചു. 2 മക്കളും പൊള്ളലേറ്റ് ചികിത്സയിൽ.
35-കാരിയായ ഭീനയാണ് മരിച്ചത്. ആത്മഹത്യയെന്ന് നിഗമനം. മണ്ണാർക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പോസ്റ്റൽ വോട്ടിനുള്ള 173 ഭിന്നശേഷിക്കാരുടെ അപേക്ഷ റിട്ടേണിംഗ് ഓഫീസർ തള്ളി. വൈകല്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയില്ലെന്ന് കാരണം. വോട്ട് ചെയ്യാൻ ഇവർക്ക് ബൂത്തിൽ പോകേണ്ടി വരും. മലപ്പുറം മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കി LDF സ്ഥാനാർത്ഥി വി വസീഫ്. പെരിന്തൽമണ്ണയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം. CAA പറ്റി പരാമർശിക്കാത്ത കോൺഗ്രസിന്റെ പ്രകടന പത്രിക ലീഗ് പോലും പ്രതീക്ഷിച്ചില്ലെന്ന് വി വസീഫ്. കടുത്ത ചൂടിൽ വെന്തുരുകി പാലക്കാട്. വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. മണ്ണാർക്കാട് പുല്ലൂന്നിയിൽ വ്യാപകമായി കൃഷി ഉണങ്ങി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. ജീവിതശൈലി രോഗങ്ങൾ തടയാൻ നെല്ലിക്ക ക്യാമ്പയിനുമായി മലപ്പുറം ജില്ലാ കളക്ടർ. IMA-യുടെയും വിവിധ സംഘടനകളുടെയും സഹകരണത്തോടെ നടത്തുന്ന 3 മാസത്തെ ക്യാമ്പയിന് പെരിന്തൽമണ്ണയിൽ തുടക്കമായി. ആരോഗ്യകാര്യത്തിൽ എല്ലാവരും സ്വയം ബോധവാന്മാരാകണമെന്ന് ജില്ലാ കളക്ടർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.